ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസൺ മാഷിനെ കുറിച്ച് കൂടുതൽ അറിയാം. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. തൃശൂർ നെല്ലിക്കുന്നിലാണ് മലയാളത്തിൻ്റെ ജോൺ വില്യംസ് എന്ന് അറിയപ്പെടുന്ന ജോൺസൺ ജനിച്ചത്. ബാങ്ക് ജീവനക്കാരനായിരുന്ന ശ്രീമാൻ ആന്റണിയുടെയും ശ്രീമതി മേരിയുടെയും പുത്രനായി 1953 മാർച്ച് 26 ജനിച്ച ജോൺസൺ കുട്ടിക്കാലത്ത് തന്നെ നെല്ലിക്കുന്നിലെ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക പള്ളിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കാനും ഗിറ്റാർ, ഹാർമോണിയം എന്നീ സംഗീത ഉപകരണങ്ങൾ പഠിക്കുവാനും അവസരം ലഭിച്ചു. സ്കൂൾ യുവജനോത്സവ വേദികളിലും മറ്റ് ഗാനമേള ട്രൂപ്പുകളിലും പാടുവാനും ഹാർമോണിയം വായിക്കുവാനും തുടങ്ങിയ ജോൺസൺ ചില ഗാനമേളകളിലൊക്കെ സ്ത്രീകളുടെ ശബ്ദത്തിലും തൻ്റെ ശബ്ദം ഉപയോഗിച്ചിരുന്നു. 1968 സുഹൃത്തുക്കളുമൊത്ത് വോയിസ് ഓഫ് തൃശൂർ എന്ന സംഗീത ക്ലബ്ബ് രൂപപ്പെടുത്തുമ്പോൾ ജോൺസന് പ്രായം 15. ഇക്കാലയളവിൽ ഹാർമോണിയം, ഗിറ്റാർ, ഫ്ലൂട്ട്, ഡ്രംസ്, വയലിൻ എന്നീ സംഗീത ഉപകരണങ്ങൾ സ്വായത്തമാക്കി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും കോമേഴ്സിൽ ബിരുദം പൂർത്തിയാക്കിയ ജോൺസന്റെ നേതൃത്വത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വോയിസ് ഓഫ് തൃശൂർ കേരളത്തിലെ മികച്ച സംഗീത ട്രൂപ്പുകളിലൊന്നായി മാറി. ചലച്ചിത്ര പിന്നണി ഗായകനായിരുന്ന പി ജയചന്ദ്രൻ, മാധുരി എന്നിവരുടെ ഗാനമേളകൾക്ക് പിന്നണി വാദ്യം വായിച്ചിരുന്ന സംഗീത ക്ലബിന്റെ നേതൃത്വം ജോൺസൺ ആയിരുന്നു. ജയചന്ദ്രനിലൂടെ ദേവരാജൻ മാസ്റ്ററെ പരിചയപ്പെട്ടതാണ് ജോൺസന് ചലച്ചിത്ര ലോകത്തേക്കുള്ള വഴി തുറന്നത്. ജോൺസണിലെ പ്രതിഭയെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയ ദേവരാജൻ മാസ്റ്റർ ജോൺസനെ തന്റെ വർക്കുകളിൽ അസിസ്റ്റ് ചെയ്യാൻ ചെന്നൈയിലെത്തിച്ചു. ഇക്കാലയളവിൽ ദേവരാജൻ മാസ്റ്ററുടെ കൂടെ തന്നെ അർജുനൻ മാസ്റ്റർ, A.T. ഉമ്മർ എന്നീ സംഗീത സംവിധായകരോടൊത്തും പ്രവർത്തിച്ചു. ചെന്നൈയിലെത്തി ഏകദേശം 4 വർഷക്കാലത്തിന് ശേഷം 1978 ഭരതന്റെ ആരവത്തിൽ പശ്ചാത്തല സംഗീതം നിർവഹിച്ചുകൊണ്ട് സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത് 1981 പുറത്തുവന്ന ഇണയെ തേടി എന്ന ചിത്രത്തിൽ R.K. ദാമോദരൻ എഴുതി ജയചന്ദ്രൻ ആലപിച്ച വിപന വാടിക കുയിലു തേടി എന്ന ഗാനമാണ് ആദ്യം ചിട്ടപ്പെടുത്തിയത്. തുടർന്ന് 100-ലധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു. 1982 ഓർമ്മയ്ക്കായി, 1989 മഴവിൽ കാവടി, വടക്കു നോക്കി യന്ത്രം, 1999 അങ്ങനെ ഒരവധിക്കാലത്ത് എന്നീ ചിത്രങ്ങൾ ജോൺസന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിക്കൊടുത്തു. 1993 പൊന്തന്മാടയും
തൊണ്ണൂറ്റിനാലിൽ സുഹൃതവും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ അവാർഡുകളും നേടാൻ കാരണമായി. 1993 പൊന്തന്മാടയ്ക്ക് മികച്ച പശ്ചാത്തല സംഗീതത്തിന് പുറമെ മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ അവാർഡും ലഭ്യമായി. കുറഞ്ഞ സമയത്തിനുള്ളിൽ സിനിമകൾക്ക് മികച്ച പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ ജോൺസണോളം കഴിവ് മറ്റൊരു സംഗീത സംവിധായകനും മലയാളത്തിൽ കാണിച്ചിരുന്നില്ല. വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അറിവാണ് സംഗീത സംവിധായകൻ എന്നതിനു പുറമെ മികച്ച മ്യൂസിക് കണ്ടക്ടർ, ഓർഗനൈസർ, ഓർക്കസ്ട്രേഷൻ വിദഗ്ധൻ എന്ന നിലകളിൽ ജോൺസന് പ്രശസ്തി നേടിക്കൊടുത്തിരുന്നത്. പത്മരാജൻ, ഭരതൻ, മോഹൻ, സിബിമലയിൽ ലോഹിതദാസ്, കമൽ എന്നിവരുടെ ചിത്രങ്ങളിൽ സ്ഥിരം സംഗീത സംവിധായകനായിരുന്ന ജോൺസൺ സത്യൻ അന്തിക്കാട് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഒരുക്കിയത്. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൻ്റെതായി അനവധി ഹിറ്റ് ഗാനങ്ങൾ പുറത്തിറങ്ങി. വർഷത്തിൽ 30-ലധികം സിനിമകൾക്ക് സംഗീതം ഒരുക്കിയിരുന്ന ജോൺസൺ 90കളുടെ അവസാനത്തോടെ സിനിമാ സംഗീത മേഖലയിൽ നിന്ന് പതുക്കെ മാറി നിന്നിരുന്നു. 2004 കൺകണാൾ കൈദിശൈ എന്ന ഭാരതരാജ ചിത്രത്തിൽ AR റഹ്മാന്റെ സംഗീതത്തിൽ തീക്കുരുവി എന്ന ഗാനത്തിൽ ഒരു ഭാഗം ആലപിച്ചു. 2006 ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ ഗംഭീരമായ ഒരു തിരിച്ചുവരവ് തന്നെ നടത്തിയെങ്കിലും തുടർന്നും സിനിമാ സംഗീതത്തിലെ മുഖ്യധാരയിൽ നിന്ന് ബോധപൂർവമോ അല്ലാതെയോ മാറി നിന്നു. 2011 ഓഗസ്റ്റ് 18 തൻ്റെ 58-ാം വയസ്സിൽ ഹൃദയാഘാതം മൂലം ചെന്നൈയിലെ വീട്ടിൽ വെച്ച് മരണമടഞ്ഞു. ഷാൻ ജോൺസൺ മകൾ, റെൻ ജോൺസൺ മകൻ എന്നിവരായിരുന്നു മക്കൾ. ചെന്നൈയിൽ ഡാറ്റ കണക്ട് സിസ്റ്റത്തിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്ന മകൻ റെൻ 2012 ഫെബ്രുവരി 25 ഒരു വാഹനാപകടത്തിൽ മരണമടഞ്ഞു. ഗായികയായ മകൾ ഷാൻ തന്റെ സംഗീത ആൽബം പുറത്തിറക്കി ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നുവെങ്കിലും അകാലത്തിൽ തന്നെ ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞു. ഭാര്യ റാണി ജോൺസൺ തൃശൂരിൽ താമസിക്കുന്നു.